ഹലോ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വില്ല് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. നോർമലി ഫ്യൂച്ചർ ടെൻസിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ വില്ല് യൂസ് ചെയ്യും. ഈ എക്സാമ്പിൾ നോക്കൂ, ദേ വിൽ കോൾ യു ആഫ്റ്റർ 2 days. 2 ദിവസത്തിന് ശേഷം അവർ നിങ്ങളെ വിളിക്കും. അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ ടെൻസിൽ ഹി വിൽ, ഷീ വിൽ, യു വിൽ, ദേ വിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വില്ല് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഐ വിൽ, വി വിൽ, അതിൻ്റെ കൂടെയും വീൻ്റെ കൂടെയും വില്ല് പറയുമ്പോൾ ഒരു നിശ്ചയദാർഢ്യമാണ് അവിടെ കാണിക്കുന്നത്. ഞാനത് ചെയ്യും, ഞങ്ങളത് ചെയ്തിരിക്കും അല്ലെ. അവിടെ ഐ വിൽ ഡു ഇറ്റ്, വി വിൽ ഡു ഇറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി ഒരു സഹായം ഓഫർ ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു വാഗ്ദാനം ഒക്കെ ഓഫർ ചെയ്യുമ്പോൾ അവിടെ വിൽ യൂസ് ചെയ്യും. ഐ വിൽ ഗീവ് എ ലിഫ്റ്റ് ഹോം ആഫ്റ്റർ ദ മീറ്റിംഗിന് ശേഷം ഞാനൊരു ലിഫ്റ്റ് തരാം, ഒരു സഹായം ഓഫർ ചെയ്യുമ്പോൾ വിൽ യൂസ് ചെയ്യാറുണ്ട്. ഇനി ചോദ്യ രൂപേണയുള്ള അപേക്ഷ, എന്തെങ്കിലും ഒരു കാര്യം അപേക്ഷിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള അപേക്ഷയാണെങ്കിൽ വിൽ യു പ്ലീസ് ഗീവ് മി എ പെൻ, എനിക്കൊരു പെൻ തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയും വിൽ യൂസ് ചെയ്യാറുണ്ട്. ഈ എല്ലാ കേസിലും ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഓൾവേസ് വില്ലിന് ശേഷം വരുന്ന വെർബിന്റെ V1 ഫോം ആണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, ബേസ് ഫോം ആണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. വിൽ കോൾ, വിൽ ഡു, ഇതൊക്കെ ബേസ് ഫോം ആണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ചെയ്തോളൂ.